ഇത് ഇന്ന് തന്നെ എത്തുവാ? ഇത് എയറോപ്ലെയിൻ ഒന്നുമല്ല, ഓട്ടോറിക്ഷയാ. ആഹാ, ഓട്ടോറിക്ഷ. ഞാൻ കരുതി കെട്ടുവെള്ളമാണെന്ന്. തുഴഞ്ഞോ ഇന്ന് തന്നെ കരക്കടപ്പിക്കണേ. അപ്പൊ ഇത് സ്വന്തം വണ്ടിയല്ലേ? ആ, നിർത്തിക്കോ. ഇവിടെ തന്നെ. സെൻട്രൽ ബോൾ ടൂരിന്നാ തോന്നണേ. ഇനിയിപ്പോ ഒരു കാര്യം നടക്കില്ല. യൂണിയന്റെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഒരു അടിയന്തരം, അത് കഴിഞ്ഞൊരു വേലിത്തിറക്കം. അവിടെ നിന്ന് ഈ കല്യാണ വീട്ടിലേക്ക്. അതിനോടെ കല്യാണം ഇന്നല്ലല്ലോ. അല്ല, പക്ഷെ കല്യാണ വീട്ടിൽ ഇപ്പൊ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. അതിന്റെ കാശത്തെ 12 രൂപ. ഈ മുക്കവില ഇവിടം വരെ 12 രൂപ. എന്റെ പൊന്നു ചേട്ടാ, പെട്രോൾ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്റെ വില എന്താണെന്നറിയോ? ഞാന് 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ. മനസ്സിലായോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. എന്താ പറഞ്ഞ? എനിക്ക് പോയിട്ട് അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞതാ പ്രസിഡന്റ്. ഇത് 8 രൂപ 30 പൈസ ഉണ്ട്. എന്റെ കണക്കിന് 30 കൂടുതലാ. ഇതാ പിടിച്ചോ. എനിക്ക് 12 രൂപ തികച്ചു കിട്ടണം. അതിനുള്ള ഓട്ടോ ഓടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നട്ടെല്ലും പോയി. ഇതൊക്കെ പിടിച്ച ചേട്ടൻ കളിക്കാണ്ട് ബാക്കി കാശ് കൂടി തന്നേ. അത് മതിയുടെ കള്ള. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ബാക്കി കാശ് തരണ്ടാ ഇങ്ങോട്ടാ പോണേ? പള്ളിയിലോട്ട്. നീയല്ലേ പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞേ? എന്തേ പറഞ്ഞ? എന്നാ ഇതുകൂടി താനവിടെ നേരത്തെ ഇട്ടോടോ. താനൊക്കെ പണ്ടാറടങ്ങി പോവുള്ളൂ. ഇവൻ ഇത് അരി വാങ്ങാനുള്ള മട്ടല്ല. 7, 30, 50 പൈസ അവനെടുത്തു. എറിയുമ്പോ മുഴുവൻ അറിയാൻ പറഞ്ഞടാ. ഞാൻ പ്രസിഡന്റ് ഒന്ന് കാണണമെന്ന് എഴുതിയിരിക്കുന്നു. എന്താ സുപ്ര? പ്രസിഡന്റ് വീട് വരുന്നു വന്നേ, എന്നിട്ട് പറഞ്ഞ ഞാൻ ആരുടെ ഭാഗത്താണ്. രാമേട്ടന്റെ വീട്ടിൽ പോയിട്ട് വരാം. പ്രസിഡന്റ് ഇപ്പൊ തന്നെ വരണം, ഇല്ല ആകെ കൊളാകും. ഇപ്പൊ തന്നെ ഒരു തർക്കം തീർത്തേ ഉള്ളൂ. കാശ് എത്രയാ നഷ്ടം അവന്? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ സുപ്ര. ശരി വാ. അങ്ങോട്ട് വലിച്ചു പിടിക്കണം പോത്തെ. അങ്ങനെ കുറച്ചുകൂടി പറഞ്ഞാലും മനസ്സിലായി. എവിടുന്ന് കേറി വരണം? പിടി. സതീശ, ആദ്യം ചായ കുടിക്ക്, എന്നിട്ട് മതി ബാക്കി പണിയൊക്കെ. അമ്മേ, ഇതിന്ന് തീർത്തിട്ട് വേണം പെണ്ണിന്റെ വീട്ടിൽ അലങ്കാരം തീർക്കാൻ. മക്കൾക്ക് വിശക്കണുണ്ടെങ്കിൽ പറയണ കേട്ടോ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ, അല്ലേ തന്നെ കൊക്കപ്പോണ്ട് അസുഖമുള്ള ആളുകളാ. ഉച്ചകലത്തെ തേക്കട്ടെ. ഒരു കയറിന്റെ എടുത്തറ. നടന്ന് മടുത്തു. ഞാനില്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും നോക്കി. എന്താ പരമേശ്വരേട്ടാ പ്രശ്നം? അല്ല, നീ എന്നാ ഈ പണി തുടങ്ങി? ആദ്യത്തെ പന്തല. അപ്പൊ ലോട്ടറി കച്ചവടം ഗോപി. അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നശിക്കണ. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും ഫാക്ടറി തുടങ്ങണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ഒരു കത്ത് തരാം. എന്തിനാ പൂട്ടിക്കാനാ? ഡാ ചൊറിയാതെ മാണ്ടല്ലേ. ഞാനേ 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ. എന്റെ വാക്കിനൊരു വില ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ വില ഇല്ലാത്തുള്ളൂ. ഇവിടെ നിന്ന് വിട്ടാ പുല്ല് വില. അല്ല, ആരാത് പ്രസിഡന്റോ? 2 ദിവസമായാലോ കണ്ടിട്ട്. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. ഇപ്പഴാ ശ്വാസം വിടുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. അറിയാം പ്രസിഡന്റ്. യൂണിയൻ മീറ്റിംഗ്, അടിയന്തരം, വേലിത്തിറക്കം, പ്രസവം, 100 കൂട്ടം കാര്യങ്ങളല്ലേ. അപ്പുറത്തേക്ക് വെച്ചോ സേ. ട്യൂഷൻ നാളെ കിട്ടും. മതി. വാട്ടം തട്ടില്ല. അത് കുഴപ്പം വരില്ല. അല്ല, ഞാൻ ഇടപെടേണ്ട വല്ല കാര്യവും അല്ല. ഇപ്പൊ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല പിന്നെ പ്രസിഡന്റ്, ആകെ ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ. ഈ നാടടക്കം ക്ഷണിച്ചിരിക്കുക. ഒരു 5-8 പ്രാരി വെച്ചാ മതിയാവൂലോ. അത് മതി. തികയാതെ വരൂ. അത് മതി. ഇനി കണ്ടില്ല പല്ലന്റെ ആ താഴത്തെ ചുറ്റുവിനെ കെട്ടി തീർക്കടാ പല്ലം കോര. അല്ല, നളിനും ഇതുവരെ എത്തിയില്ലേ? ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരും. അവനെങ്ങനെ ഓടിപ്പോരാനൊന്നും പറ്റില്ലല്ലോ പ്രസിഡന്റ്. കമ്പനിയുടെ മാനേജറല്ലേ. ബോംബെയിൽ എവിടെയാ? ടി നഗറിലോ? ബോംബെയിൽ എത്തും വേണ്ട. സതീശ എവിടെ? ആ കുർലി. അതെനിക്കറിയില്ല. ബോംബെന്ന് ഒരു 5-6 സ്റ്റേഷൻ പ്രോ. നാരായണി, ഒരു സ്ട്രോങ് ചായ. 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റ്. സമുദായത്തെ നാറ്റിക്കാനുണ്ടായ പ്രസിഡന്റ് സ്വയം പൊങ്ങി. പൊങ്ങാത്തൊരാള്. നിനക്കെന്താടി അയാളെ പറ്റി പറയുമ്പോ ഇത്ര ചോദിക്കണേ? എനിക്കിഷ്ടമല്ല സത്യന്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ തീർന്നില്ലേ വേണ്ടാത്ത വർത്താനം പറയണത്. കണ്ണൻ അപ്പുറത്ത് അപ്പിയിട്ടു. കഴികളെ നിന്റെ അമ്മയോട് പറയടേ. അച്ഛന് കഴിയാനും കുഴപ്പമൊന്നുമില്ല. എന്റെ കയ്യിൽ അപ്പടി മുളകാ. കൊച്ചിന് കൊതയരി. അതാ തീട്ട അവിടെ ചവിട്ടി കുടയ്ക്കുന്നതിന് മുമ്പ് കൈ കഴുകിട്ട് അങ്ങോട്ട് പോടി പോട്ടെ. ബാക്കിയുള്ളത് പാടാ. ഓക്കെ, എവിടെ രാസത്ത് അലക്കുന്നിടത്തുണ്ട്. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചിന്റെ കാര്യം പോക്ക. പുഷ്പനളിയൻ തേങ്ങാ പതിക്ക അല്ല, മാങ്ങാ പൂളുവാ. അല്ലേലും അളിയൻ വന്നാൽ ഇവിടെ ഒരു കളിതമാശൊക്കെ ഉള്ളൂ. ഞാൻ സഹായിക്കണോ? പ്രസിഡന്റിന് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. എന്നാ പൊതിച്ചോ. അല്ല, ഇതൊറ്റയ്ക്ക് എനിക്ക് പൊതിച്ചു തീർക്കാനേ ഉള്ളൂ. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടം വരെ ഒന്ന് വന്നിട്ട് പെണ്ണിന്റെ വീട് വരെ ചെന്നില്ലെങ്കിൽ പാപ്പുട്ടിയേട്ടന്റെ പരാതി ഞാൻ തന്നെ കേൾക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. എന്താ വരും. അപ്പോഴത്തേക്ക് തേങ്ങ പായസമായിട്ടുണ്ടാവും.
പറ്റിയ പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്റെ വെല്ലിപ്പച്ചന്റെ കുട്ടിയുടെ വീട്ടിലേക്ക് ഉടനെ വിടുന്നുണ്ട്. വാട്ട് നോൺസെൻസ് യു ടോക്കിംഗ്? അപ്പൊ ജോൺസണോട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചോ? ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നായി. എന്നാ പൈക്കോ ഭാർഗവട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. അവരെ കൊണ്ടൊന്ന് വന്നോട്ടെ. അയ്യോ തല്ലൊന്നും വേണ്ട. ശരിയാ. അവന്മാർക്ക് രണ്ടെണ്ണം കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഭാർഗവൻ. ഞാൻ രായപ്പൻ. ഭാർഗവട്ടൻ ഒന്ന് വന്നേ. ഒന്ന് വാ. ഇതൊന്ന് പിടിച്ച്. വാ. അതെ, ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോണ്ട. അവന്മാരെ വെറ്റുകളെ ശല്യപ്പെടുത്തുന്നത് നമുക്കെന്താ? ഇതാണ് നിനക്ക് ബുദ്ധിയില്ലാന്ന് പറയണത്. അവൾ അവനൊക്കെ പ്രേമിച്ചാ നിനക്ക് പ്രേമിക്കാൻ പറ്റുമോ? നീ പ്രേമിച്ചില്ലെങ്കിൽ നിനക്ക് കാശ് കിട്ടുമോ? നിനക്ക് കാശ് കിട്ടില്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടുമോ? അപ്പൊ കാശാണ് വലുത്. മിണ്ടാതെ വാ. എടി, ഇങ്ങോട്ട് വാ. ദാ രായപ്പാ, വാടാ. ഒന്ന് പിടിച്ചേ. ഭാർഗവട്ട, വെറുതെ വേണ്ട. കോളേജ് സ്റ്റുഡൻസ് ഒന്ന് പറയടാ. നീ എന്തിനാ പേടിക്കണം? അവര് 3 പേരിലുള്ളൂ, നമ്മൾ 4 പേരില്ലേ? എല്ലാം നമുക്ക് ശരിയാ. അവൾ എന്റെ കയ്യിൽ ഡാ, എന്താടാ നിന്റെ പേര്? ഖഡ്ഗനാഥൻ. എന്ത്? നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടടാ? അതെ, നമ്മൾ ഇവിടെ തല്ലാനല്ലേ വന്നത്, അല്ലാതെ ചേട്ടന്റെ പെങ്ങൾ ഇവന് കെട്ടിച്ചു കൊടുക്കാനൊന്നുമില്ല. അതല്ലടാ, അവന്റെ പേര് കേട്ട അവനോട് പ്രശ്നക്കാരനാണെന്ന്. അവൻ 5-6 ചേട്ടന്മാരുണ്ടെങ്കിൽ തിരിച്ചല്ലോ ഉറപ്പാ. അതറിയാനാ. ദാ, നീ ആ നിൽക്കുന്ന പെൺകുട്ടികളെ കളിയാക്കാറുണ്ടോ? ഉണ്ട്. ഇനി നീ കളിയാക്കോടാ. കളിയാക്കും. അടിച്ച് ഞാൻ ഒന്ന് തല്ലാനും പറ്റില്ല. ഓടാ. രാജപേട്ട കലക്കി. ഒരടി പോലും അവന്മാർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. ഒരടി പോലും നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാർഗവേട്ടാ, നമുക്ക് ഓടാം. അവര് കണ്ട ചമ്മല. എന്റെ അമ്മ എന്തൊരു വേദന. നിനക്ക് മാത്രമേ ഉള്ളൂ വേദന. എന്റെ നടുവിനെ ഒന്നിനും കൊള്ളൂല. ഭാർഗവേട്ടന് ഒരു വേദനയുമില്ലേ? അതിന് ആദ്യത്തെ ചവിട്ടിന് തന്നെ എന്റെ ബോധം പോയില്ലേ, പിന്നെ എങ്ങനെ വേദന അറിയുന്ന? എന്നാലും ഉള്ളിൽ ചെറിയൊരു ചതവുണ്ട്. അയ്യോ, എവിടെ? നിനക്കല്ലേ, എനിക്ക് മൊത്തം നീരാ. ചതയൻ ബെസ്റ്റാ. രായപ്പിന് അത് വാങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. നീ ആ ലെറ്റർ എന്ത് ചെയ്തടാ? അത് ഞാൻ തല്ലു വാങ്ങാൻ പോയപ്പോ ആരെ ഏൽപ്പിച്ചല്ലോ? ഭാർഗവേട്ടനാണോ? എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ശ്ശേ, അതും കൊണ്ടുപോയി കളഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നും കൂടെ എഴുതാലോ. ഇനി ആ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഞാനില്ലേ? ഭാർഗവേട്ട, ഫോൺ ചലിക്കണ്ടോന്ന് എടുക്ക്. കന്നിക്കോൾ ആരായിരിക്കും? ആ കഞ്ഞിയായിരിക്കും മുതലാളി. അയാൾക്ക് മാത്രമല്ലേ നമ്പർ അറിയൂ. ലെറ്റർ കൊടുത്തോന്ന് അറിയാനാവും. അയ്യോ, എന്നൊരു കാര്യം ചെയ്, നീ സംസാരിച്ച. ഹലോ. ഹലോ ശിവൻകുട്ടി, അതെ, ആരാ? ഞാൻ ശ്രീദേവി. മനസ്സിലായോ? മറ്റവളെ പ്രസിഡന്റിന്റെ മോള്. സംസാരിക്കും. ഹലോ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. തല്ല് ഒരുപാട് കിട്ടിയോ? ഹേയ്, അന്ന് ടൗണിൽ വെച്ച് കിട്ടി അത്ര കിട്ടിയിട്ടില്ല. ഇത്തവണ ഷെയർ ചെയ്യാൻ 2-3 പേരും കൂടി ഉണ്ടായിരുന്നല്ലോ. എന്റെ ഷെയറിനെ കുറിച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തല്ലി മേടിച്ച ഒരു പുരുഷൻ ഈ ലോകത്ത് ചിലപ്പോ ഞാൻ മാത്രമായിരിക്കും. എന്താ, ഞങ്ങളൊന്നും പുരുഷന്മാരല്ലേ? അത്രയധികം കുട്ടികൾ വന്നപ്പോ നിങ്ങൾക്ക് ഓടായിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അങ്ങനെ ഓടിയാ ഞാനൊരാണല്ലാതാവില്ലേ? ഞങ്ങളും ഓടിയിട്ടില്ല. ഞാനും. ആരാ അത്? അതെന്റെ കൂട്ടുകാരാ. എല്ലാരോടും ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം. പറഞ്ഞേക്കാം. അല്ല, എന്റെ ഈ നമ്പർ എങ്ങനെ കിട്ടി? എനിക്ക് തന്ന ലെറ്ററിലുണ്ടായിരുന്നു. അല്ല, അതെനിക്ക് എഴുതിയതല്ലേ? അതെ. ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്ത്? എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അതെ, സത്യം. സത്യം. അവള് പറഞ്ഞോ? വീണു രാജപേട്ട, വീണു. പ്രസിഡന്റ് മോള് വീണു. അവള് വീഴണം. അവള് വീണ അവളുടെ 2 കാലും ഒരു കൈയൊടിയണം. അമ്മാതിരി അടിയും നമുക്ക് അവള്. അതല്ലാന്ന്, ഇവന്റെ പ്രേമ വലയിൽ അവള് വീണെന്ന്. എത്രയും പെട്ടെന്ന് കാശും മേടിച്ച് നമുക്ക് സ്ഥലം വിടാം. എഴുന്നേക്ക് വാ. അതാണ് ഇപ്പൊ വലിയ കാര്യം. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ വരും. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടെ ഇല്ല, വീട്ടിലുണ്ട്. ഇവനെ ഞാനിത് കൊടുക്കും. ഇത് കണ്ടോ? ഒറിജിനൽ ആൽഫി ചന്ദ്രകുടി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻ ഫോമാ. രജിസ്റ്റർ ഓഫീസിനെ കണ്ടെടുത്തതാ. ആൽഫിയുടെ ഒറിജിനൽ ഒപ്പ് ഇതിനകത്തുണ്ട്. ഈ ഒപ്പ് ഇവനിടണം, അല്ലെങ്കിൽ ഇവൻ ആൽഫി അല്ല. അതേതാ? ഞാൻ പപ്പയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. നീയും ഈടായിട്ട് അവനോട് കൂടിയിട്ടുണ്ട്. ഗൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാൻ ഇത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്.
നീ പോലീസിൽ ഇരികൊള്ളാൻ തയ്യാറായിക്കോ. നോക്കി നിൽക്കാതെ ചെല്ല്. ഉശിരുള്ള പള്ളികളുണ്ടെങ്കിൽ തടുക്കണം. കീരിക്കാരൻ ജോസിനെ എത്തിപ്പട്ടികൾ ആരുമില്ലേ? കീരിക്കാരൻ ജോസ് ഞങ്ങൾക്കിത് ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. ആ കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റ ചോണക്കുട്ടി തന്നെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവില്ല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ എന്നു പറഞ്ഞാ മതി. അളിയെ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട, പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ. ഒട്ടെ കയറിക്കാം. കള്ള് തുള്ളി കഴിക്കണോ? കാശ് കാശാ? സേതുവേട്ടന്റെ അളിയനും കൂട്ടുകാരനും വന്ന് മിനിങ്ങണമെങ്കിൽ കാശാ. എന്നിട്ട് ഇവന്മാർ അത്താലോടെ കള്ളു വയ്ക്കും. പാളിയാ സൈക്കിൾ. സൈക്കിളാ? സൈക്കിള വല്ല പറ്റിയോ? ഇല്ല. അളിയാ, നമ്മുടെ സേതുവേട്ടനൊരു ഊപ്പയാ, പേടിച്ചൂറിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ. ഈ സേതുന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും പോട്ടെ. ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തലകൊയ്യൂന്നാ പറയണേ. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാ അത് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? 2